പ്രഭാര, നീ താഴെ പോയിന്നോ. മുകളിലേക്ക് ഞാൻ പറഞ്ഞ ആളെ വിട്ടാ മതി. ഇതെന്താ നിനക്ക് പ്രാന്തമുള്ളവരിക്കുന്നത്? ആളെ കൊല്ലാൻ പോവാ? അതേടാ. മിണ്ടരുത്, കാച്ചുകളയും. മിണ്ടരുത്.
കേറിയിരിക്കൂ. ആരാ മനസ്സിലായില്ല? ഞാന് എന്റെ പേര് ദേവൻ, ഭാമയുടെ ഫ്രണ്ടാണ്. എന്തേ? ഒന്നുമില്ല, വെറുതെ ഇതുവഴി ഇങ്ങനെ പോയപ്പോ ഒന്ന് കേറിയിട്ട് പോവാന്ന് കരുതി. അങ്ങനെ കേറിയിട്ട് പോവാൻ ഇതെന്താ സത്രം മറ്റാണോ? മുത്തശ്ശിക്ക് ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത് തീരെ ഇഷ്ടപ്പെട്ടില്ലാന്ന് തോന്നുന്നു. തീരെ ഇല്ല. സാറില്ലേ? ഇല്ല. ഓഫീസിൽ പോയിരിക്കാ? അതെ. ഞാന് സാറിനെ ഒരിക്കൽ കണ്ട് പരിചയപ്പെട്ടിട്ടുണ്ട്, ഭാമയുടെ ഒപ്പം. സിഎക്ക് പഠിക്കുന്നു പറഞ്ഞ? ആ അതെ. അമ്മയ്ക്ക് ആളെ മനസ്സിലായില്ലേ? ഓഹോ, മനസ്സിലായി. ഇവനല്ലേ ആ ദീപും സെറ്റും കൂടെ കടക്കകത്തിട്ട് അടിച്ചെല്ലൊടിച്ചത്? അതെ മുത്തശ്ശി, അതെന്നെ തന്നെയാ. പ്രദീപ് ഒന്ന് പറഞ്ഞു കാണുമെന്ന് തോന്നി, അതുകൊണ്ട് കൂടിയാ നേരിട്ട് വന്ന് കാര്യം പറഞ്ഞോളാന്ന് വെച്ചത്. ഈ മുത്തശ്ശിക്ക് എല്ലാം അറിയാം. സാറിനെ എന്തിനാ കാണുന്നേ? പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, പിന്നെ എല്ലാരും ഒന്ന് നേരിട്ട് കണ്ട് പരിചയപ്പെടണമെന്ന് തോന്നി. കിഴക്കനെല്ലൂർ മനാന്ന് പറയും. അച്ഛന്റെ തറവാട് അങ്ങനെ അറിയപ്പെടുക. അച്ഛന്റെ പേര് ഡോക്ടർ KBD നമ്പൂതിരിപ്പാട്. ബ്രഹ്മദത്തന്ന ശരിയായ പേര്. നമ്പൂരിയാ? ഞാൻ നമ്പൂതിരിയല്ല, അമ്മ നായർശ്രീയാ. പടിഞ്ഞാറ്റും പടിയറ്റതിൽ എന്ന് പറയും, അവിടത്തെയാ. വെറുതെ ഇതിലെ പോയപ്പോ ഒന്ന് കേറി എല്ലാരെയും കണ്ടിട്ട് പോവാന്ന് കരുതി. ഈ തമ്പുരു ആരുടെയാ? ഭാമയുടെ ആണോ? ഒന്നുമല്ല, അതെന്റെയാ. ആ അവളുടെ അത്ര നോണ പറയാനുള്ള ഒരു വാസനയെ. മുത്തശ്ശിയുടെ തന്നെയാ. മുത്തശ്ശി നന്നായിട്ട് വയലിൻ വായിക്കും. അതെയോ? എല്ലാം നന്നായി വായിച്ചിരുന്നു, അസലായിട്ട് പാടിയിരുന്നു. നിനക്ക് ഓർമ്മയുണ്ടോന്ന് അറിയില്ല, ഒരിക്കൽ നീ അന്ന് കുഞ്ഞാ ഗോവിന്ദൻ മാമന്റെ ഒരു കച്ചേരി ഈ തറവാട്ട് വെച്ച് നടത്തിയപ്പോ പക്കമേളത്തിന് ഞാൻ മൃദംഗവും വായിച്ചിട്ടുണ്ട്. ഇപ്പോഴെല്ലാം പോയി കുട്ടി, ഒന്നും പഴയ പോലെ ഓർമ്മ നിൽക്കണില്ല. ദേവൻ അസലായിട്ട് പാടും. അതെയോ? ഏയ് വെറുതെ പറയാ. അയ്യോ പച്ചക്കള്ളം, നന്നായിട്ട് പാടും. അങ്ങനെയൊന്നുമില്ല മുത്തശ്ശി, ചുമ്മാ എല്ലാരെയും പോലെ മൂളിപ്പാട്ട് പാടും, അത്രേ ഉള്ളൂ. അത്രേ ഉള്ളെങ്കിൽ അത്രയും കേൾക്കുന്നതിൽ വിരോധമൊന്നുമില്ലല്ലോ. വിരോധമൊന്നുമില്ല. എങ്കി വാ, ഇങ്ങോട്ടിരിക്കും, വാ. അല്ല, ആദ്യമായിട്ടൊരു വീട്ടിൽ വന്ന് കേറുമ്പോ അങ്ങനെയൊന്നും നോക്കാനില്ല, പാടാൻ പറഞ്ഞ അങ്ങ് പാടിയാ മതി. എനിക്ക് ക്ലാസിക്കൽ വലിയ പിടിയില്ല. ലൈറ്റ് പാടിയാ മതി. നന്നായി പാടുന്നുണ്ടല്ലോ. മോ വെറ്റില് മുറുക്കോ? എന്തേ? മുറുക്കോ? അങ്ങനെയില്ല, എന്നാ വിരോധമില്ല. വിരോധമില്ല എന്നാണെങ്കിൽ ഇതാ, ഇത് നിന്റെ പാട്ടിന് ഭേഷായിരുന്നു. അല്ല, മുത്തശ്ശിയുടെ മറ്റും മുമ്പിൽ വെച്ച്. അതിനിപ്പെന്താ, ഞാനും മുറുക്കാം. പുകല വേണ്ടല്ലോ. ലേശമാവാം. ഇതാ, കാപ്പി കുടിച്ചിട്ട് മുറിക്കാ പോരായിരുന്നോ? ഞാൻ ഇപ്പൊ എടുത്തോണ്ട് വരാം. ഇനിയിപ്പൊ ഇത്തിരി കഴിഞ്ഞിട്ട് കാപ്പി എടുത്താ മതി. അല്ലേടാ കുഞ്ഞ്? മതി മതി, ഇനിയിപ്പോ ഉടനെ കാപ്പി വേണോന്ന് തന്നെ ഇല്ല. എന്തൊക്കെയാ ഇരുന്നോണ്ട് അടിച്ചു വിടുന്നത്? ഒരു ഉളുപ്പില്ലാതെ ഇരുന്ന് നുണ പറയാ. അയ്യേ, എന്തായിരുന്നു അച്ഛന്റെ പേര് പറഞ്ഞത്? എന്തായിരുന്നു? ബ്രഹ്മദത്തൻ. അതെ അതെ. അത് പക്ഷെ നുണയല്ല, പറഞ്ഞു ഒന്നും ശരിക്കു പറഞ്ഞ നുണയല്ല. എന്ന് പറഞ്ഞ? ബ്രഹ്മാവിന്റെ സന്തതികളാണ് ഗന്ധർവന്മാർ. അമ്മ? അമ്മ അമ്മയില്ല, അമ്മയെ പറ്റി അറിയില്ല. ബ്രഹ്മാവിന്റെ ജീവവായുവിൽ നിന്നാണ് ഗന്ധർവന്റെ ജന്മം. ഞങ്ങൾക്ക് അമ്മയും അച്ഛനും ബ്രഹ്മാവ്. ശരിക്കുള്ള പേരെന്താ? പേരില്ല, പേരിടാൻ ഞങ്ങൾക്ക് അധികാരമില്ല. അവിടെയും? അവിടെ
അവിടെ ഒരു പേരുണ്ടായിരുന്നു, പക്ഷെ അതെന്താണെന്ന് ഓർമ്മയില്ല. അത് പുളു. അല്ല, സ്വർഗം ഞങ്ങൾക്ക് ഓർക്കാൻ പാടില്ല. ഞങ്ങളുടെ ഓർമ്മയിൽ നിന്ന് ഇങ്ങോട്ട് വിടുമ്പോൾ അത് മാച്ചു കളഞ്ഞിരിക്കുക. ശാപത്തിന്റെ കാലാവധി തീർന്ന് തിരിച്ചെത്തുമ്പോൾ അതും തിരിച്ചു തരും. അപ്പോൾ ഭൂമിയുടെ ഓർമ്മ മാച്ചു കളയും. ഇവിടെ കണ്ടതൊക്കെ എന്നെയും അങ്ങനെയാണ്. പക്ഷേ ഞാൻ പോവില്ല. എനിക്കിനി ഇവിടെ കഴിഞ്ഞാൽ മതി. ഞാനിന്ന് ഭാമയുടെ വീട്ടിൽ വന്നത് എന്തിനാണെന്നറിയാമോ? മനുഷ്യനാകാനുള്ള കൊതി കൊണ്ട്. അമ്മ, അച്ഛൻ, അനിയത്തി, മുത്തശ്ശി, എനിക്ക് നിന്നോട് അസൂയ തോന്നി. എന്തിന്? നിനക്ക് ആരൊക്കെയുണ്ട്? ബന്ധങ്ങളുടെ ദിവ്യ സൗരഭ്യം ഇന്ന് ഞാൻ അവിടെ വെച്ച് അറിഞ്ഞു. എനിക്കും അതിനൊരു കണ്ണിയാവണം. അത് ഞാൻ സാധിക്കും. എങ്ങനെ? ഞാൻ മനുഷ്യനാവും. ഈ ഭൂമിയിൽ നിന്റെ ഒപ്പം ജീവിച്ച് നിന്റെ ഓർമ്മയുമായി മരിക്കുന്ന ദേവൻ എന്ന പേരുള്ള ഒരു മനുഷ്യനാവും. അതിനുവേണ്ടി ഓർമ്മയേറ്റലയുന്ന മരണമില്ലാത്ത ഗഗനചാരിയുടെ ചിറകുകൾ ഒന്നൊന്നായി ഞാൻ പറിച്ചെറിയും. എന്നെ ചൂഴ്ന്നു നിൽക്കുന്ന ശാപത്തിന്റെ